ഇവിടെ ഇപ്പോൾ സ്പ്രിംഗ് സീസണാണ്. വിൻ്ററിൻ്റെ നല്ല തണുപ്പ് കഴിഞ്ഞ് വെതർ ഒന്ന് പ്ലസൻ്റായി വരുന്ന സമയം. സ്പ്രിംഗ് ആവുന്നതോടെ വിൻ്ററിൽ ഉണങ്ങി നിന്നിരുന്ന മരങ്ങളിലൊക്കെ ഇലകളും പൂക്കളൊക്കെ വന്നു തുടങ്ങും. ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് സ്പ്രിംഗ് കാഴ്ചകൾ കാണാം. നമ്മൾ ആദ്യം പോകുന്നത് സാറ പി ഡ്യൂക്ക് ഗാർഡൻസിലോട്ടാണ്. ഗാർഡൻ്റെ എൻട്രൻസിൽ തന്നെ ചെറി ബ്ലോസംസ്. എന്താ രസമല്ലേ! ചെറി ബ്ലോസംസ് മാത്രമായിട്ടുള്ളൊരു നടപ്പാത. ചെറി ആലി എന്നാണ് ഈ വാക്ക് വേനെ അവർ പറയുന്നത്. നമ്മൾ ഈ വന്നിരിക്കുന്നത് ചെറി ബ്ലോസംസിൻ്റെ പീക്ക് സമയത്ത് തന്നെയാണ്. ഇത് തന്നെയാണ് ഡ്യൂക്ക് ഗാർഡനിലെ ഏറ്റവും വലിയ അട്രാക്ഷൻ. ഗാർഡനിലെ ഏറ്റവും കൂടുതൽ ആൾക്കാരെ കാണുന്നത് ഇവിടെ തന്നെയാണ്. ചെറി ബ്ലോസംസ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ജപ്പാനിലാണ്. ജപ്പാനിലെ നാഷണൽ ഫ്ലവറാണിത്. ഇത് US വന്നത് 1912 ജപ്പാൻ ഒരു സിമ്പിൾ ഓഫ് ഫ്രണ്ട്ഷിപ്പായിട്ട് ഇത് കൊടുത്തതാണ് US-ന്. അത് വാഷിങ്ടൺ DC-യിൽ. US-ലെ ഏറ്റവും ഫേമസ് ചെറി ബ്ലോസംസും ആ വാഷിങ്ടൺ DC-യിലുള്ളത് തന്നെയാണ്. സിയാറ്റലിലെ യൂണിവേഴ്സിറ്റി ഓഫ് വാഷിങ്ടണിലെ ചെറി ബ്ലോസംസും അടിപൊളിയാണ്. ഞാൻ അവിടെ പോയിട്ടുണ്ട്. ഈ ഗാർഡൻ ഡെറാം എന്ന സ്ഥലത്താണ്. നമ്മൾ കത്തീഡ്രൽ വ്ളോഗിൽ ഡ്യൂക്ക് ചാപ്പൽ വന്നിരുന്നില്ലേ, അതിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഡ്യൂക്ക് ഗാർഡൻസും. ചെറി ബ്ലോസംസ് ആലി കഴിഞ്ഞ് നമ്മൾ സ്റ്റെപ്പൊക്കെ ഇറങ്ങി വരുന്നത് ഒരു ഫൗണ്ടനൊക്കെ ആയിട്ടുള്ളൊരു സ്ഥലത്തോട്ടാണ്. ഡ്യൂക്ക് ഗാർഡൻ 1934 തുടങ്ങി. അന്ന് മൂലേ ഉള്ളതാണ് ഈ ഫൗണ്ടൻ. ഫൗണ്ടനിലെ ആൾക്കാർ കോയിൻസൊക്കെ ഇട്ടിരിക്കുന്നത് കാണാം. യൂറോപ്പിലൊരു ബിലീഫാണ് കോയിൻസ് വെള്ളത്തിലിട്ടുണ്ടെങ്കിൽ യുവർ വിഷസ് വിൽ കം ട്രൂ എന്ന്. നമ്മൾ ചാപ്പൽ വ്ളോഗിൽ കണ്ട് ഡ്യൂക്ക് യൂണിവേഴ്സിറ്റിയിലായിരുന്നു ഈ ഫൗണ്ടൻ ആദ്യം. 1897 അവിടെ ബിൽഡ് ചെയ്തതാണ്. അത് വൈകി 1934 ആയപ്പോഴാണ് ഇങ്ങോട്ട് മാറ്റിയിട്ടുള്ളത്. ഫൗണ്ടനൊക്കെ ക്രോസ് ചെയ്തത് നമ്മളിപ്പോൾ ഗാർഡൻ്റെ മെയിൻ ഭാഗത്തോട്ട് നടക്കുകയാണ്. ഹിസ്റ്റോറിക് ഗാർഡൻസ് എന്നാണ് ഈ സെക്ഷൻ്റെ പേര്. ഇറ്റാലിയൻ സ്റ്റൈൽ ടെറസ് ഗാർഡൻസ് ആണ് ഇവിടെ. സ്റ്റെപ്പായിട്ട് പല സെക്ഷൻസ് ആയിട്ടാണ് ഇവിടെ ഉള്ളത്. ഈ ഗാർഡനിൽ ഞാൻ പലതവണ വന്നിട്ടുണ്ടെങ്കിലും ഓരോ സീസണിലും വേറെ വേറെ ചെടികളാണ് ഈ ഹിസ്റ്റോറിക് ഗാർഡൻ സെക്ഷനിൽ കാണാറുള്ളത്. സ്പ്രിംഗ് സീസൺ ആയിരുന്നു അധികം ടുലിപ്സ് ആയിരുന്നു ഇത്തവണ ഉണ്ടായിരുന്നത്. വലിയ ഫാംസിലൊക്കെ ടുലിപ്സ് ഉണ്ടായി നിൽക്കുന്നത് കാണാൻ നല്ല രസമാണ്. നെതർലാൻഡ്സിലെ പിക്സൊക്കെ നമ്മൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. ഇത് ഞാൻ പണ്ടൊരു ടുലിപ്പ് ഫാമിൽ പോയപ്പോൾ എടുത്ത പിക്കാണ്. സ്പ്രിങ്ങിൻ്റെ തുടക്കത്തിൽ പല മരങ്ങളിലും ഇലകൾ വരുന്നേക്കാളും മുമ്പ് ഇതുപോലെ പൂക്കൾ മാത്രമായിട്ട് നിൽക്കുന്നത് കാണാം. ചൈനീസ് റെഡ് ബഡ് എന്നാണ് ഈ മരത്തിൻ്റെ പേര്. ഇത് ഹയസിന്ത്. ഇത് ഫ്യൂജി ചെറി ബ്ലോസംസിനേക്കാളും ചെറിയ പൂക്കളാണ് ഇതിൻ്റെ. ഇത് അനിമോൺ കൊറോണേരിയ, അതായത് പോപ്പി. അവിടെ നിന്ന് കുറച്ച് ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ഒരു വെള്ളച്ചാട്ടമൊക്കെ ആയിട്ടുള്ളൊരു പോണ്ടിലോട്ടാണ് നമ്മൾ വരുന്നത്. പോണ്ടിൽ കുറച്ച് കോയിക്കാർപ്പും ഗോൾഡ് ഫിഷസൊക്കെ ഉണ്ട്. ഈ മീനുകളൊക്കെ വിൻ്ററിൽ ഐസ് കോൾഡ് കണ്ടീഷൻസിൽ എങ്ങനെ സർവൈവ് ചെയ്യുന്ന ആലോചിച്ചിട്ടുണ്ടോ? ഫിഷസൊക്കെ കോൾഡ് ബ്ലഡഡ് ആണ്. വിൻ്ററിൽ അതിൻ്റെ മെറ്റബോളിക് റേറ്റ് കുറവായിരിക്കും. അതായത് കുറച്ച് ഫുഡും ഓക്സിജനൊക്കെ മതി.
പോണ്ടിൻ്റെയും ലേക്കിൻ്റെയൊക്കെ അടിയിലായിരിക്കും കുറച്ചുകൂടി വാർമർ വാട്ടർ. ചില ഫിഷസിൻ്റെ ബ്ലഡിലൊക്കെ ആൻറ്റി ഫ്രീസ് പ്രോട്ടീൻസ് ഉണ്ടാവും, വിച്ച് വിൽ പ്രിവെൻറ്റ് ദെയർ ബ്ലഡ് ഫ്രം ഫ്രീസിങ്. ഗാർഡനിൽ പല സ്ഥലത്ത് ചെറി ബ്ലോസംസ് ഉണ്ട്. പ്രത്യേകിച്ച് ധൃതിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിൻ്റെ ഭംഗിയൊക്കെ കണ്ട് ഞാനങ്ങനെ സ്ലോ മോഷനിൽ നടന്നു. സ്പ്രിങ്ങിൽ കുറേ മരങ്ങൾ പൂത്തുവെക്കുമെങ്കിലും എനിക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും ഭംഗി ചെറി ബ്ലോസംസ് തന്നെയാണ്. കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ഇതുപോലെ ഒരു ഓപ്പൺ ഗ്രൗണ്ട് ഉണ്ട്. കുറേ പേര് ഫാമിലിയായി വന്ന് പതുക്കെ റിലാക്സ് ചെയ്തൊക്കെ ഇരിക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഊട്ടിയിലെ ബോട്ടാണിക്കൽ ഗാർഡനാണ്. അവിടെ ഉണ്ടല്ലോ ഇതുപോലെ ലോണൊക്കെ ആയിട്ടുള്ളൊരു ഗ്രൗണ്ട്. സ്നാക്സൊക്കെ കഴിച്ച് ഞങ്ങളും കുറച്ച് നേരം അവിടെ അങ്ങനെ ഇരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവർ രണ്ടുപേരും പ്ലെയിൻ പറത്തി കളിക്കാൻ പോയി. പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ, ഇത് നമുക്കിന്ന് പോണ്ടേ? നമ്മളിപ്പോൾ നേരത്തെ കണ്ടിരുന്ന പോണ്ടിൻ്റെ അപ്പുറത്തെ സൈഡിലെത്തി. ഈ ടെറസ് ഗാർഡനിൽ സ്റ്റെപ്സായിട്ട് പല ലെവലിൽ ഇങ്ങനെ വെച്ചിരിക്കുന്നത് കാണാൻ നല്ല രസമുണ്ട്. എൻ്റെ അമ്മയ്ക്കും ആൻറ്റിമാർക്കൊക്കെ ഗാർഡനിങ് ഭയങ്കര ഇഷ്ടമാണ്. ചെറുപ്പം മുതലേ അത് കണ്ടു വളർന്നുകൊണ്ട് എനിക്കും അതുപോലെ തന്നെ. ഓരോ മരങ്ങളും ഓരോ കളറിലാണ്. ഇതൊരു റെഡിഷ് ബ്രൗൺ, അതിൻ്റെ അപ്പുറത്ത് റോസ്, അവിടെ വൈറ്റ്, അതിൻ്റെ അപ്പുറത്ത് യെല്ലോ, പിന്നെ ആകെ മൊത്തത്തിലൊരു പച്ചപ്പും ഹരിതാഭയും. ഇപ്പം നമ്മൾ കുറച്ചും കൂടി വലിയൊരു പോണ്ടിൻ്റെ സൈഡിലെത്തി. ഡ്യൂക്ക് ഗാർഡൻസ് അത്യാവശ്യം വലിയൊരു ഗാർഡനാണ്. വാക്ക് വേസും ചെറിയ ആലീസും എല്ലാം കൂടി ചേർത്താൽ മൊത്തം ഒരു 5 മൈൽസ് നടന്ന് കാണാനുള്ള സ്ഥലമുണ്ട്. നമ്മളിപ്പോൾ കണ്ട പോണ്ടിൻ്റെ അപ്പുറത്തെ സൈഡിൽ നിന്നുള്ള കാഴ്ചയാണത്. ഇത് റോഡോഡെൻഡ്രോൺ. ഇവിടുത്തെ പോൺസിലൊക്കെ ഗൂസിനെയും ഡക്കിനെയൊക്കെ സ്ഥിരം കാണാറുണ്ട്. ഗൂസ് കുറച്ച് ധൈര്യശാലിയാണ്. ഈ കോഴീനെ ഓടിക്കണ പോലെ അതിനെ ഓടിക്കാൻ നിന്നാൽ പുറകെ വരും കൊത്താനായിട്ട്. അനുഭവത്തിൽ നിന്ന് പറഞ്ഞതാ. ഇത് റഡ്ഡി ഷെൽഡക്ക് എന്ന വെറൈറ്റിയിലുള്ള ഡക്കാണ്. ആളെന്തോ ഫുഡ് തരയണ തിരക്കിലാണ്. ഇവൻ കുറേ നേരമായാലും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. എവിടെയെങ്കിലും ഇരുന്നൂടെ? ഇതൊരു വെറൈറ്റി മരം. മുടിയൊക്കെ നീട്ടി വളർത്തി അഴിച്ചിട്ട് നിൽക്കണ പോലെയുണ്ട്. പൂക്കൾ മാത്രമല്ല, ചില മരങ്ങളിലൊക്കെ ഫ്രഷ് ഇലയും വന്നു തുടങ്ങുന്ന സമയമാണത്. ഗാർഡൻ്റെ മെയിൻ എൻട്രൻസിലോട്ട് തന്നെ തിരിച്ച് നടക്കുകയാണ്. ഫ്രഷ് ഇലകളൊക്കെ ഒരു ലൈറ്റ് ഗ്രീൻ കളറായിട്ടാണ് വരിക, ഈ മരത്തിൽ കാണുന്നത് പോലെ. നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ട ചെറിയ ആലി. ഈ ഗാർഡനിൽ എൻട്രൻസ് ഫീസ് ഒന്നുമില്ല, ഫ്രീ ആണ്. നമ്മൾ കൊടുക്കുന്ന ടാക്സ് മണി കൊണ്ട് അവർ ഇതുപോലത്തെ ഗാർഡൻസും ചിൽഡ്രൻസ് പാർക്സും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ ഒരു ആർട്ടിസ്റ്റ് പുള്ളി വരച്ച പടങ്ങൾ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ആള് 10 വർഷം മുമ്പ് വരച്ച പെയിൻറ്റിംഗ് ആണിത്. ഡ്യൂ ഗാർഡനിൽ നിന്ന് നമ്മളിപ്പോൾ റാൽ അസേലിയ ഗാർഡൻസിലോട്ട് വന്നു. ഇവിടെ മെയിനായിട്ട് അസേലിയസ് ആണ്. പല കളറിലും വെറൈറ്റിയിലുള്ള അസേലിയാസ്. ഇത് റാലയിലാണ്. നമ്മൾ കത്തീഡ്രൽ വ്ളോഗിൽ കണ്ട ഹോളി നെയിം ഓഫ് ജീസസ് കത്തീഡ്രലിൻ്റെ അടുത്ത് തന്നെയാണ്.
നമ്മൾ ഈ വീഡിയോയിൽ പോകുന്ന 2 ഗാർഡൻസും ആ കത്തീഡ്രൽ വ്ളോഗിൽ പോയ ആ ഓരോ കത്തീഡ്രലിൻ്റെ അടുത്തായത് ഒരു കോയിൻസിഡൻസ്. അസേലിയാസിൻ്റെ പീക്ക് സമയത്ത് വരികയാണെങ്കിൽ ഈ ഇലകളൊന്നും ഇല്ലാതെ പൂക്കൾ മാത്രമായിട്ടായിരിക്കും നിൽക്കുക. പല കളറുകളിലായിട്ടുള്ള അസേലിയാസ്. ഇനിയുള്ളതൊക്കെ നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് സൈഡിൽ തന്നെയുള്ള കാഴ്ചകളാണ്. ഇതാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ്, ദ വാട്ടർഫോർഡ്. സ്പ്രിംഗ് ആകുമ്പോൾ ആദ്യം തന്നെ എല്ലായിടത്തും കണ്ടു തുടങ്ങുന്ന ചെടിയാണ് പാൻസി. അപ്പാർട്ട്മെൻറ്റിൻ്റെ സൈഡിൽ തന്നെയുള്ള കോമ്പൗണ്ടിലെ കാഴ്ചകളാണിത്. സ്പ്രിങ്ങിൻ്റെ തുടക്കത്തിൽ തന്നെ പൂക്കൾ വരുന്ന വേറൊരു മരമാണിത്, ബ്രാഡ്ഫോർഡ് പെയർ ട്രീ. ചെറി ബ്ലോസംസ് ഒരു ലൈറ്റ് റോസ് കളറിലും ഇത് പ്യുവർ വൈറ്റുമാണ്. സ്പ്രിങ്ങിൽ മരങ്ങളൊക്കെ പൂത്ത് കാണാൻ നല്ല ഭംഗിയാണെങ്കിലും പോളൻ ഒരു പ്രശ്നമാണ്. വിൻഡ് പോളിനേഷൻ്റെ ഭാഗമായിട്ട് മരങ്ങളിൽ നിന്ന് വരുന്ന മഞ്ഞപ്പൊടിയായിരിക്കും എല്ലായിടത്തും. 2 ദിവസം മുമ്പ് കഴുകിയ കാറിൻ്റെ അവസ്ഥയാണിത്. ഈ പൊടി കാരണമുള്ള അലർജി, ചുമയും തുമ്മലായിരിക്കും മിക്കവർക്കും. വിൻ്ററിൽ ഇത്രയും കാലം ഈ പുല്ലൊക്കെ ഉണങ്ങിയ ഒരു ബ്രൗൺ കളറിലായിരുന്നു. സ്പ്രിംഗ് തുടങ്ങുന്നതോടെ പുല്ലും ഒരു പച്ച കളറിലാവും. സ്പ്രിംഗ് തുടങ്ങുന്നതോടെ ലൈഫ് തിരിച്ചു കിട്ടുന്ന പോലെയാണ് ചെടികൾക്കും. വിൻ്ററിൽ തണുത്ത വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കേണ്ടി വന്ന നമുക്കും.